ഇന്നലെ ഭയങ്കര മഴ കേട്ടോ. റോഡ് മൊത്തം വെള്ളം. ഇവിടെ ഇനി ഒരാഴ്ച നല്ല മഴയെന്ന് പറയുന്നത്. റോഡൊക്കെ വെള്ളം. പലരുടെ വീട്ടിൽ വെള്ളം കയറി, പലരുടെയും മോട്ടർ നശിഞ്ഞു. നമ്മുടെ വീട്ടിൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ, പുറത്ത് മറ്റേ വഴി വരെയും ഉണ്ടായിരുന്നു. റോഡൊക്കെ ഇപ്പോഴും വെള്ളം. ഇനിയും മഴ പെയ്യും. കറുത്ത് രണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എവിടെ അച്ഛ? ഓ കുളിക്കുന്ന. ഓ ഓടിപ്പോകുന്ന അച്ഛ കുളിക്കുന്നതേ കണ്ടോ. എവിടെ അച്ഛ? എവിടെ? ബാത്റൂമിലാടാ. ബാത്റൂമിലാടാ അച്ഛ കുളിക്കുന്ന പൊന്നാ. അച്ഛ പോകുന്ന ഈ വെള്ളക്കെട്ടിൽ എങ്ങനെ പോകാനാ? റോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ റോഡ് മൊത്തം വെള്ളമോ. അയ്യോ തപ്പ് കണ്ടോ. ചേച്ചി വരും ഉച്ച കഴിയുമ്പോൾ കേട്ടാ. ആ ചേച്ചി വരും. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരമ്മ മരിച്ചു പോയി കേട്ടോ. 75 വയസ്സേ ഉള്ളൂ. സുഖമില്ലാതെ ഇരുന്നെങ്കിലും നടക്കുകയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് വീണു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആ കുട്ടി വിളിച്ചു പറഞ്ഞു ഓരോ മരുമോള് ബാത്റൂമിൻ്റെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ടായി. അച്ഛൻ കുളിക്കാൻ പോയി. അവൻ ചേച്ചിയുടെ റൂമിൽ നിന്ന് വന്നപ്പോൾ അച്ഛനെ കാണാനില്ല. അപ്പോൾ പരുതുന്ന. അപ്പം ഞാൻ പറഞ്ഞടാ അച്ഛൻ ബാത്റൂമിലുണ്ടടാ എന്ന് പറഞ്ഞു. കണ്ടോ അച്ഛനെ കുറച്ചു നേരം കാണാത്തോണ്ടേ. റോഡ് മൊത്തം ഇപ്പോഴും വെള്ളമോ. മോന് വേണോ ഇഡ്ഡലി? മോന് ഇഡ്ഡലി വേണോ? വേണോ? മമ്മി ഇഡ്ഡലി, തേങ്ങാ ചമ്മന്തി, ടൊമാറ്റോയും സവാളയും കപ്പടേൻ്റെയൊക്കെ വഴറ്റിയ ചമ്മന്തി. എന്തോ ഇങ്ങനെ കുത്ത വച്ചിരിക്കുന്നു. പുറത്തിറങ്ങാൻ നിവർത്തിയില്ല, വെള്ളം. കൊച്ചിനെയും കൊണ്ട് ഒരിടത്ത് ഇന്ന് രാവിലെ പോയിട്ട് വെള്ളമായിട്ട് തിരിച്ചു വന്നിട്ട് ടെറസിൻ്റെ മുകളിലാണ് മൂത്രമൊഴിക്കാനൊക്കെ വിട്ടു. അവൻ ഇറങ്ങുന്നില്ല വെള്ളത്തിൽ. ചി പൗഡർ ഇടട്ടെ പൊന്നോ. ചി പൗഡർ ഇട്ട് കൊടുക്കട്ടെ കൊച്ചിന്. പൗഡറൊക്കെ ഇട്ട് സുന്ദരൻ. കൊച്ചിനെ ഇന്ന് കാലൊക്കെ തുടച്ചു കൊടുത്തേ. കൊച്ചു ആ മഴവെള്ളത്തിലേ ഇന്ന് രാവിലെ ചവിട്ടുന്നില്ല. ഇന്നും ഇവിടെ മഴയായതുകൊണ്ട് ഭയങ്കര വെള്ളക്കെട്ടും. എന്നിട്ട് അവൻ പുറത്തേക്ക് റോഡിലേക്ക് പോകാൻ മടിക്കുന്നു. അവന് ചെളിയും വെള്ളമൊക്കെ അവന് കണ്ടു കഴിഞ്ഞാൽ ഇറിറ്റേഷനാണ്. നമ്മൾ മോളിൽ പോയാൽ മൂത്രം ഒഴിച്ചതും പ്രാഥമിക ആവശ്യങ്ങൾ നടത്തിയതും ഒക്കെ മോളിൽ പോയിട്ടാണ്. ഇല്ലെങ്കിൽ അവനെ മോർണിംഗ് വാക്ക് കൊണ്ടുപോകുന്ന. അപ്പോൾ മോർണിംഗ് വാക്ക് ഇന്ന് പോകാനെന്ന് പറഞ്ഞാൽ റോഡ് മൊത്തം സമുദ്രം പോലെ വെള്ളമായിരുന്നു. വെള്ളം. ബംഗ്ലാ ന്യൂസിലൊക്കെ ശ്രദ്ധിക്കണം ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കണം. ഭയങ്കരമായിട്ടുള്ള മഴയും ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പം കിടക്ക്, കൈയുടെ ഇടയിലൊക്കെ ഇട്ട് കിടക്ക്. കൈയുടെ ഇടയിൽ കണ്ടോ കിടന്ന് തരണ കണ്ടോ. ഇങ്ങനെയാണ് കണ്ടോ. ഇങ്ങനെ എൻ്റെ മോൻ കിടന്നൊക്കെ തരുന്നുണ്ടോ. ഇടാ. നിങ്ങളുടെ കാലിൻ്റെ എവിടെ നോക്കട്ടെ മമ്മ. കാലിൻ്റെ എവിടെ നോക്കട്ടെ. അല്ല സുന്ദര മോനല്ലേ. ചേച്ചി ഇനി വൈകുന്നേരത്തെ ഫ്ലൈറ്റിലേ വരുള്ളൂ. അവിടെയും മഴയാണെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് ഡിലേ ആവും എന്നൊന്നും അറിയത്തില്ല. അപ്പം മോനെ സുന്ദരനായില്ലേ. പൊട്ട് വിടണോ മോനേനോ? ഒരു പൊട്ട് വിട്ട് തരാം കേട്ടോ മമ്മ. അവിടെ ഇരുന്നോ, പൊട്ട് വിട്ട് തരാം. വേണോ പൊട്ട്? വേണോ? മോഹം കാണിച്ചതാ. ഇടട്ടെ കുറച്ച് മോഹം കാണിച്ചു തരണം മമ്മി. പൊട്ടിടാൻ കാണിച്ചു തരും. മേക്കപ്പൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു പൊട്ട് മതി, ഇല്ലെങ്കിൽ അത് പോകത്തില്ല മുടിയിൽ നിന്ന്. എടാ നോക്കട്ടെ, കാണിച്ചു കൊടുത്തേ. എവിടെ നോക്കട്ടേടാ. ശരി, സുന്ദരനായി. ഇനി കൊച്ചിന് ഫുഡ് കൊടുക്കണം. കൊച്ചിന് ചിക്കൻ അടുപ്പത്താണ്. നീ ഇതൊക്കെ വെച്ച് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കട്ടെ. കളിച്ചോണ്ടിരുന്നു അവിടെ. കുറച്ച് നേരം കൊച്ച് റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴത്തേക്കും മമ്മി ചിക്കനൊക്കെ തണുപ്പിച്ച് പിന്നെ ടാബ്ലറ്റ്സ് മരുന്ന് കൊടുക്കണം. ഇത് ഇനി അലർജി വന്നുകൊണ്ട് അവന് മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനി കൊടുത്തിരുന്നാലേ പോകത്തുള്ളൂ. കൊടുക്കണം. അത് മരുന്ന് പുരട്ടി കഴിഞ്ഞാൽ ഇവൻ നക്കും. അങ്ങനെ നക്കാൻ പാടില്ല കേട്ടോ. അത് നക്കുന്നുള്ളതുകൊണ്ട് മരുന്ന് പുരട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടാബ്ലറ്റ്സേ കൊടുക്കുള്ളൂ. അന്ന് ഇരുന്ന് തരും കേട്ടോ ടാബ്ലറ്റ്സ് കഴിക്കാൻ. അതിനൊരു ഉമ്മം കൊടുത്തേ. ബുള്ളറ്റിനൊരു ഉമ്മം കൊടുത്തേ. ഒരു ഉമ്മം കൊടുത്തേ. അല്ല ഉമ്മം കൊടുക്കുന്നു വെച്ച്. ഒന്നും കൂടെ കൊടുത്തേ. ഒരു ഉമ്മം കൂടെ കൊടുക്കുക. പാവ അവൾ കരയുന്നു. കരയുന്നു. ഒരു ഉമ്മം കൂടെ കൊടുക്കുക. നല്ല കുട്ടിയല്ലേ, ഒരു ഉമ്മം കൊടുക്കുക. ശ്വാസം ഇടുന്നോ. ഇനി ഇതൊക്കെ വെച്ച് കുറച്ച് നേരം ഇരുന്നോളൂ. ബോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം വച്ചുകൊണ്ട് ഇരുന്നോളൂ. അതും വെച്ച് കളിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചിക്കനൊക്കെ ഒന്ന് തണുപ്പിച്ച്
അവന് ഫുഡ് കൊടുക്കേണ്ട കാര്യവും മെഡിസിൻ കൊടുക്കേണ്ട കാര്യമൊക്കെ കൊടുക്കട്ടെ. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടോണിക് ഉണ്ട് ലിവറിൻ്റെ ഒക്കെ. ചെറുപ്പം ഇതും വെച്ച് കളിച്ചുകൊണ്ടൊക്കെ കിടക്കുമ്പോഴേ അവൻ്റെ ചിക്കൻ ചൂടാറട്ടെ, ചിക്കൻ കൊടുക്കണം. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടോണിക് ഉണ്ട്, അത് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കൊള്ളുന്നേരം ഇവിടെ ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഒരു നിവർത്തിയില്ല. അപ്പോൾ ഇന്ന് അലക്കൊന്നുമില്ല കേട്ടോ. അങ്ങനത്തുള്ള പണി കുറവാണ്. പക്ഷെ ഡാഡിയൊക്കെ ഉണ്ട്, ആർക്കും പോകാൻ നിവർത്തിയില്ല. വെള്ളം മൊത്തമാണ്, ഷൂ ഒക്കെ നനഞ്ഞാകെ ഇതാകും. പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ല. നമ്മുടെ ഗേറ്റിൻ്റെ അകത്തും ഇതുവരെ വെള്ളം പോയിട്ടില്ല. വീട്ടിൻ്റെ അകത്തൊന്നും കയറിയില്ല കേട്ടോ. ഈ റോഡിൽ വെള്ളം നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറുന്ന. അപ്പോൾ എന്നാലും നമ്മളൊരു 3-4 റൂമിൻ്റെ വെട്ടത്തിലാണ് ഇരുന്ന് എടുക്കുന്നത് കേട്ടോ. മുകളിൽ പോലും പോകാൻ പറ്റുന്നില്ല മഴ സമയത്ത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിച്ച് പുറത്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഈ ചെറിയ വീഡിയോയ്ക്ക് എൻ്റെ ഈ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നെ മോനെ കാണാൻ വേണ്ടി കുറേ പേര് ആഗ്രഹിച്ചിരിക്കുന്നില്ലേ. അപ്പം അതിന് വേണ്ടിയൊക്കെ ഞാൻ വീഡിയോ ഇങ്ങനെ ഞാൻ ഒന്നരാടെങ്കിലും അവനെ കാണിച്ചു തരണ്ടേ. പിന്നെ ഷോർട്ട് വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പൊട്ടൊക്കെ ഇട്ടത് കാണിച്ചു കൊടുത്തേ മോനെ. എവിടെ കണ്ടില്ലേ? എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ പൊന്നു. എല്ലാവർക്കും മമ്മി വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന പൊന്നിനെ കാണാനല്ലേ എല്ലാ ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ കാണണ്ടേ. സുഖത്തിന് കിടക്കുന്ന കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ കാണാത്തുള്ളവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ. പിന്നെ എനിക്ക് ആ മരണ വീട്ടിലും പോകണം. പിന്നെ ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്. മോള് വൈകുന്നേരത്തെ ഫ്ലൈറ്റിലെത്തുള്ളൂ കേട്ടോ. ഫ്ലൈറ്റ് ഡിലേ ആയാൽ താമസിക്കും. അപ്പോൾ മോനും അച്ഛനൊക്കെ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഉച്ചത്തെ കറിയൊക്കെ വെക്കാൻ പോകുന്നു. വിളക്ക് എത്തിക്കണം. ഒത്തിരി പണികളുണ്ട്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വരാം കേട്ടോ. എല്ലാവരും ഒന്ന് സഹിച്ച് ക്ഷമിച്ച് പുറത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ ഊർജ്ജവും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവനെ കാണാൻ വേണ്ടി ഞാനൊരു വീഡിയോ ആയിട്ട് വരും, കുഞ്ഞു വീഡിയോ ആയിട്ടെങ്ങനെ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഈ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് പണിക്കാരുണ്ടാവില്ല, മോളിൽ പോകാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ ഫ്ലാറ്റും ഇതിൻ്റെ അകത്തുള്ള കളികളുമായിട്ടാണ് ഇവനെ കൊണ്ട് ഞാൻ എടുപ്പിക്കുന്നത് കേട്ടോ, ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ നാളെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ പറ പൊന്നു. ബൈ എല്ലാവർക്കും ഒരു ബൈ. ഒരു ബൈ ഇടാ. കൊച്ചു ഉറക്കക്ഷീണത്തിലാണ്.